ശാന്തി 9/2/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2004 മധുബൻ. വേൾഡ് ഓൾമൈറ്റിയുടെ ഡയറക്റ്റ് കുട്ടികളാണ് എന്ന സ്മൃതിയെ എമർജാക്കി വച്ച് സർവശക്തികളെയും ഓർഡർ അനുസരിച്ച് നടത്തിക്കൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികളും സ്നേഹത്തിൻ്റെ അലകളിൽ അലിഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ വിശേഷിച്ച് ബ്രഹ്മബാബയുടെ സ്മൃതി എമർജാണ്. അമൃതവേള മുതൽ സാകാര പാലന ലഭിച്ച രത്നങ്ങളും ഒപ്പം അലൗകിക പാലന ലഭിച്ച രത്നങ്ങളും രണ്ടുപേരുടെയും ഹൃദയത്തിലെ ഓർമ്മകളുടെ മാലകൾ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ബാബ്ദാദയുടെ സ്മൃതിയുടെ ചിത്രം കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാബയുടെ ഹൃദയത്തിൽ സർവ കുട്ടികളുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മ ലയിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു സ്നേഹം നിറഞ്ഞ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ബാബ. ബാബയുടെ ഹൃദയത്തിൽ ഈ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മധുരമധുരമായ കുട്ടികളെ, ഈ ഓട്ടോമാറ്റിക് ഗീതം, അനാഗത ഗീതം എത്ര പ്രിയപ്പെട്ടതാണ്. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ സ്മൃതിയുടെ റിട്ടേണായി ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിറഞ്ഞ കോടി മടങ്ങ് ആശീർവാദങ്ങൾ നൽകുകയാണ്. ബാബ്ദാദ കാണുകയാണ്, ഇപ്പോഴും ദേശത്തും വിദേശത്തും കുട്ടികൾ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലവ്ലീനമാണ്. ഈ സ്മൃതി ദിവസം വിശേഷിച്ച് എല്ലാ കുട്ടികളെ പ്രതിയും സമർത്ഥമാക്കുന്നതിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ബ്രഹ്മബാബയിലൂടെ കുട്ടികളുടെ കിരീടധാരണത്തിൻ്റെ ദിവസമാണ്. ബ്രഹ്മബാബ നിമിത്തമായ കുട്ടികളെ വിശ്വസേവനത്തിനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. സ്വയം അൺനോണായി കുട്ടികളെ സാകാര സ്വരൂപത്തിൽ നിമിത്തമാക്കുന്നതിൻ്റെ സ്മൃതിയുടെ തിലകം നൽകി. സ്വയം തനിക്ക് സമാനമായ അവ്യക്ത ഫരിസ്ത സ്വരൂപത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരീടം അണിയിച്ചു. സ്വയം ചെയ്യിപ്പിക്കുന്നവനായി കുട്ടികളെ ചെയ്യുന്നവരാക്കി. അതിനാൽ ഈ ദിവസത്തെ സ്മൃതി ദിവസവും സമൃദ്ധി ദിവസവും എന്ന് പറയുന്നു. കേവലം സ്മൃതിയല്ല, സ്മൃതിയോടൊപ്പം സർവസമൃദ്ധികളും കുട്ടികൾക്ക് വരദാനത്തിൽ പ്രാപ്തമാണ്. ബാബ്ദാദ എല്ലാ കുട്ടികളെയും സർവസ്മൃതികളുടെയും സ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കുന്നു. മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ശക്തിവാൻ അല്ല, സർവശക്തിവാൻ. ഈ സർവശക്തികളും ബാബയിലൂടെ ഓരോ കുട്ടിക്കും വരദാനമായി ലഭിച്ചിട്ടുണ്ട്. ദിവ്യ ജന്മം എടുക്കുമ്പോൾ തന്നെ ബാബ്ദാദ വരദാനം നൽകി. സർവശക്തിവാൻ ഭവ. ഇത് ഓരോ ജന്മദിവസത്തിൻ്റെയും വരദാനമാണ്. ഈ ശക്തികളെ പ്രാപ്തമാക്കി വരദാനത്തിൻ്റെ രൂപത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കൂ. ശക്തികൾ ഓരോ കുട്ടിക്കും ലഭിച്ചിട്ടുണ്ട്, എന്നാൽ കാര്യത്തിൽ വിനിയോഗിക്കുന്നതിൽ നമ്പർ വൈസ് ആകുന്നു. ഓരോ ശക്തിയുടെയും വരദാനത്തെ സമയമനുസരിച്ച് ഓർഡർ ചെയ്യുവാൻ സാധിക്കും. അഥവാ വരദാതാവിൻ്റെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമായി സമയമനുസരിച്ച് ഏതെങ്കിലും ശക്തിയെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ശക്തിയും ഹാജരാവുക തന്നെ വേണം. വരദാനത്തിൻ്റെ പ്രാപ്തിയുടെ അധികാരത്തിൻ്റെ സ്മൃതി സ്വരൂപത്തിലിരുന്ന് താങ്കൾ ഓർഡർ ചെയ്താൽ ശക്തി വേണ്ട സമയത്ത് കാര്യത്തിൽ വരാതിരിക്കുക എന്നുള്ളത് സംഭവ്യമേ അല്ല. എന്നാൽ അധികാരി മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയുടെ സീറ്റിൽ സെറ്റായിരിക്കണം. സീറ്റിൽ സെറ്റാകാതെ ഏതെങ്കിലും ഓർഡർ അംഗീകരിക്കപ്പെടുകയില്ല. ബാബ, നമ്മൾ അങ്ങയെ ഓർമ്മിക്കുമ്പോൾ അങ്ങ് ഹാജരാകുന്നു, പ്രഭു ഹാജരാകുന്നു എന്ന് കുട്ടികൾ പറയുന്നു. പ്രഭു ഹാജരാകുന്നു എന്നിരിക്കെ ശക്തി എന്തുകൊണ്ട് ഹാജരാകുന്നില്ല?
കേവലം വിധിപൂർവം അധികാരത്തിൻ്റെ അതോറിറ്റിയോടെ ഓർഡർ ചെയ്യൂ. ഈ സർവശക്തികളും സംഗമയുഗത്തിൻ്റെ വിശേഷ പരമാത്മാ പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ആർക്ക് വേണ്ടിയുള്ളതാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് പ്രോപ്പർട്ടി. അപ്പോൾ അധികാരത്തോടെ സ്മൃതി സ്വരൂപത്തിൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് ഓർഡർ ചെയ്യൂ. എന്തിന് പ്രയത്നിക്കണം? ഓർഡർ ചെയ്യൂ. വേൾഡ് ഓൾമൈറ്റിയുടെ ഡയറക്റ്റ് കുട്ടികളാണ്. ഈ സ്മൃതിയുടെ ലഹരി സദാ എമർജായിരിക്കണം. സ്വയം ചെക്ക് ചെയ്യൂ. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റിയുടെ അധികാരിയായ ആത്മാവാണ്. ഈ സ്മൃതി സ്വതവേ നിലനിൽക്കുന്നുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കാണോ നിലനിൽക്കുന്നത്? ഇക്കാലത്തെ സമയത്തിൽ അധികാരം നേടുന്നതിന് വേണ്ടി തന്നെയാണ് വഴക്കുകളുള്ളത്. നിങ്ങൾക്കേവർക്കും പരമാത്മാ അധികാരം അഥവാ പരമാത്മാ അതോറിറ്റി ജന്മം മുതൽ തന്നെ പ്രാപ്തമാണ്. അപ്പോൾ തൻ്റെ അധികാരത്തിൻ്റെ സമൃദ്ധിയിൽ ഇരിക്കൂ. സ്വയവും സമർത്ഥമായിരിക്കൂ. സർവ ആത്മാക്കൾക്കും സമൃദ്ധി നേടിക്കൊടുക്കൂ. സർവ ആത്മാക്കളും ഈ സമയത്ത് സമൃദ്ധിയുടെ, അതായത് ശക്തികളുടെ യാചകരാണ്. താങ്കളുടെ ജഡചിത്രങ്ങളുടെ മുന്നിൽ യാചിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, ഹേ സമർത്ഥ ആത്മാക്കളെ, സർവ ആത്മാക്കൾക്കും ശക്തി നൽകൂ, സമൃദ്ധി നൽകൂ. ഇതിനു വേണ്ടി കേവലം ഒരു കാര്യത്തിൻ്റെ അറ്റൻഷൻ ഓരോ കുട്ടിയും വെക്കേണ്ടത് ആവശ്യമാണ്. ബാബ്ദാദ അതിൻ്റെ സൂചനയും നൽകി. ബാബ്ദാദ റിസൾട്ടിൽ കണ്ടത് ഇതാണ്: മെജോറിറ്റി കുട്ടികളുടെയും സങ്കല്പവും സമയവും വ്യർത്ഥമായി പോകുന്നു. ഏതുപോലെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ അഥവാ ഒരൽപ്പം ലൂസ് ആണെങ്കിൽ അഥവാ ലീക്ക് ഉണ്ടെങ്കിൽ ലൈറ്റ് ശരിയായ രീതിയിൽ വരികയില്ല. അപ്പോൾ ഈ വ്യർത്ഥത്തിൻ്റെ ലീക്കേജ് സമർത്ഥസ്ഥിതിയെ സദാകാലത്തേക്ക് സ്മൃതി ആക്കുവാൻ അനുവദിക്കുന്നില്ല. അതിനാൽ വേസ്റ്റിനെ ബെസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യൂ. സേവിങ്സിൻ്റെ സ്കീം ഉണ്ടാക്കൂ. പെർസെൻറ്റേജ് എടുക്കൂ. മുഴുവൻ ദിവസത്തിലും വേസ്റ്റ് എത്രയുണ്ടായി, ബെസ്റ്റ് എത്രയുണ്ടായി. അഥവാ 40% വേസ്റ്റ് ആണെന്നിരിക്കട്ടെ, 20% വേസ്റ്റ് ആണെന്നിരിക്കട്ടെ, അതിനെ സേവ് ചെയ്യൂ. ഒരൽപ്പം മാത്രമാണ് വേസ്റ്റായി പോകുന്നത്, ബാക്കി മുഴുവൻ ദിവസവും ശരിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കരുത്. എന്നാൽ ഈ വേസ്റ്റിൻ്റെ ശീലം വളരെ സമയത്തെ ശീലം ആകുന്നത് കാരണം ലാസ്റ്റ് നിമിഷത്തിൽ ചതിച്ചേക്കാം. നമ്പർ വൈസ് ആക്കി മാറ്റും. നമ്പർ 1 ആക്കുവാൻ അനുവദിക്കില്ല. ഇതുപോലെ ബ്രഹ്മബാബ ആദിയിൽ തൻ്റെ ചെക്കിംഗ് കാരണം ദിവസവും രാത്രിയിൽ ദർബാർ കൂടി. ഏതൊരു ദർബാർ? കുട്ടികളുടേതല്ല, തൻ്റെ തന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ കൂടി. ഓർഡർ നടത്തി, ഹേ മനസ്സാകുന്ന മുഖ്യമന്ത്രി, നിന്റെ ഈ ചലനം നല്ലതല്ല. ഓർഡർ അനുസരിച്ച് നടക്കൂ. ഹേ സംസ്കാരമേ, ഓർഡർ അനുസരിച്ച് നടക്കൂ. എന്തുകൊണ്ട് കീഴ്മയിലാകുന്നു? കാരണം പറയൂ, നിവാരണം നടത്തൂ. ഓരോ ദിവസവും ഒഫീഷ്യൽ ദർബാർ കൂടി. അതേപോലെ ദിവസവും തൻ്റെ സ്വരാജ്യത്തിൻ്റെ ദർബാർ കൂടൂ. പല കുട്ടികളും ബാബ്ദാദയുമായി മധുരമധുരമായ ആത്മീയ സംഭാഷണം നടത്തുന്നു. പേഴ്സണൽ ആത്മീയ സംഭാഷണം നടത്തുന്നു. പറയട്ടെ, നമുക്ക് നമ്മുടെ ഭാവിയിലെ ചിത്രം പറഞ്ഞു തരൂ. നമ്മൾ എന്താകും എന്ന് പറയുന്നു. ഇതുപോലെ ആദിരത്നങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മാതാ ജഗദംബയോട് എല്ലാ കുട്ടികളും തൻ്റെ ചിത്രം ചോദിക്കുമായിരുന്നു. മമ്മ, അങ്ങ് നമുക്ക് ചിത്രം നൽകൂ, നമ്മൾ എങ്ങനെയാണെന്ന്. അപ്പോൾ ബാബ്ദാദയോടും ആത്മീയ സംഭാഷണം ചെയ്യുമ്പോൾ തൻ്റെ ചിത്രം ആവശ്യപ്പെടുന്നു. നിങ്ങളേവരുടെയും ഹൃദയത്തിൽ വരുന്നുണ്ടാകും, നമുക്കും ചിത്രം ലഭിച്ചെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിക്കും ഒരു വിചിത്ര ദർപ്പണം ബാബ്ദാദ നൽകിയിട്ടുണ്ട്. ആ ദർപ്പണം ഏതാണ്?
വർത്തമാന സമയത്ത് താങ്കൾ സ്വരാജ്യ അധികാരിയാണല്ലോ. സ്വരാജ്യ അധികാരിയാണോ? ആണെങ്കിൽ കൈ ഉയർത്തൂ. സ്വരാജ്യ അധികാരി ആണോ? ശരി, ചിലരൊക്കെ കൈ ഉയർത്തുന്നില്ല. കുറച്ചൊക്കെയാണോ? ശരി, എല്ലാവരും സ്വരാജ്യ അധികാരിയാണ്. ആശംസകൾ. അപ്പോൾ സ്വരാജ്യ അധികാരിയുടെ ചാർട്ട് താങ്കളെ സംബന്ധിച്ച് ഭാവിയിലെ പദവിയുടെ മുഖം കാണിച്ചു തരുന്നതിൻ്റെ ദർപ്പണമാണ്. ഈ ദർപ്പണം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും കറുത്ത അടയാളം പതിഞ്ഞിട്ടില്ലല്ലോ. ശരി, കറുത്ത അടയാളം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് മൂടൽ മഞ്ഞുപോലെ കണ്ണാടിയിൽ വരുന്നു. മൂടൽ മഞ്ഞുപോലെ കണ്ണാടിയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കണ്ണാടി ക്ലിയറായി കാണിച്ചു തരുന്നില്ല. കുളിക്കുന്ന സമയത്ത് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. ഇതേപോലെ അഥവാ ഏതെങ്കിലും ഒരു കർമ്മേന്ദ്രിയം ഇപ്പോഴും താങ്കളുടെ പൂർണ്ണ കൺട്രോളിൽ അല്ലെങ്കിൽ കൺട്രോളിലാണ്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അല്ല. അഥവാ ഏതെങ്കിലും കർമ്മേന്ദ്രിയം കണ്ണായാലും വായായാലും കാതായാലും പാദമായാലും, പാദവും ഇടയ്ക്കിടയ്ക്ക് മോശമായ കൂട്ടുകെട്ടിൻ്റെ ഭാഗത്തേക്ക് പോയി കളയുന്നു. അപ്പോൾ പാദവും കൺട്രോളിൽ ആയില്ലല്ലോ. സംഘടനയിലിരിക്കും. രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും തലകീഴായ കഥകൾ കേൾക്കും, നേരായതല്ല. അപ്പോൾ ഏതൊരു കർമ്മേന്ദ്രിയവും സങ്കല്പവും സമയവും സഹിതം അഥവാ കൺട്രോളിലല്ലെങ്കിൽ ഇതിലൂടെ തന്നെ ചെക്ക് ചെയ്യൂ. സ്വരാജ്യത്തിൻ്റെ കൺട്രോളിംഗ് പവർ ഇല്ലെങ്കിൽ വിശ്വത്തിൻ്റെ രാജ്യത്തിൽ എന്ത് കൺട്രോളാണ് ചെയ്യുക? അപ്പോൾ എങ്ങനെ രാജാവാകും? അവിടെയാണെങ്കിൽ എല്ലാം ആക്യുറേറ്റ് ആണ്. കൺട്രോളിംഗ് പവർ, റൂളിംഗ് പവർ എല്ലാം സ്വതവേ തന്നെ സംഗമയുഗത്തിലെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയുടെ രൂപത്തിലാണ്. അപ്പോൾ സംഗമയുഗത്തിൽ, അതായത് വർത്തമാന സമയത്ത് അഥവാ കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും കുറവാണെങ്കിൽ, പുരുഷാർത്ഥം കുറവാണെങ്കിൽ പ്രാപ്തി എന്തുണ്ടാകും? കണക്കെടുക്കുന്നതിൽ സമർത്ഥരാണല്ലോ. അപ്പോൾ ഈ കണ്ണാടിയിൽ തൻ്റെ ഫേസ് നോക്കൂ, തൻ്റെ മുഖം നോക്കൂ. രാജാവിൻ്റേത് വരുന്നുണ്ടോ? റോയൽ ഫാമിലിയുടേത് വരുന്നോ? റോയൽ പ്രജയുടേത് വരുന്നോ? സാധാരണ പ്രജയുടേത് വരുന്നോ? ഏതൊരു മുഖമാണ് വരുന്നത്? ചിത്രം ലഭിച്ചുവോ? ഈ ചിത്രത്തിലൂടെ ചെക്ക് ചെയ്യണം. ഓരോ ദിവസവും ചെക്ക് ചെയ്യണം. കാരണം വളരെ കാലത്തെ പുരുഷാർത്ഥത്തിലൂടെയാണ് വളരെ കാലത്തെ രാജ്യഭാഗ്യത്തിൻ്റെ പ്രാപ്തിയുള്ളത്. അഥവാ അന്തിമ സമയത്ത് പരിധിയില്ലാത്ത വൈരാഗ്യം വരിക തന്നെ ചെയ്യും എന്ന് താങ്കൾ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ. എന്നാൽ അന്തിമ സമയം വരുമ്പോൾ വളരെ കാലമായോ അതോ കുറച്ചു കാലമായോ? വളരെ കാലം എന്ന് പറയുകയില്ലല്ലോ. 21 ജന്മം പൂർണ്ണമായി രാജ്യാധികാരിയാകണം. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും രാജ്യാധികാരി ആകണം. ഈ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിന് വളരെ കാലത്തെ പ്രാപ്തിയുമായി കണക്ഷനുണ്ട്. അതിനാൽ അലക്ഷ്യർ ആകരുത്. ഇപ്പോൾ വിനാശത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, അറിയുകയില്ല. 8 വർഷം കാണുമോ 10 വർഷം കാണുമോ അറിയുകയില്ല. അപ്പോൾ വരാൻ പോകുന്ന സമയത്തിൽ ആയിക്കൊള്ളും. ഇങ്ങനെ പാടില്ല. വിശ്വത്തിൻ്റെ അന്തിമകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ സ്വന്തം ജന്മത്തിൻ്റെ അന്തിമകാലം ചിന്തിക്കൂ. താങ്കളുടെ ഡേറ്റ് ഫിക്സ് ആണോ? ഇന്ന ഡേറ്റിന് എൻ്റെ മൃത്യു ഉണ്ടാകും എന്ന അറിവ് ആരുടെ അടുക്കലാണുള്ളത്? ആരുടെയെങ്കിലും അടുക്കലുണ്ടോ? ഇല്ലല്ലോ. വിശ്വത്തിൻ്റെ അന്തിമം ഉണ്ടാവുക തന്നെ വേണം. സമയത്തിന് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ആദ്യം തൻ്റെ അന്തിമകാലം ചിന്തിക്കൂ. ജഗദംബയുടെ സ്ലോഗൻ ഓർമ്മിക്കൂ. എന്ത് സ്ലോഗനായിരുന്നു? ഓരോ നിമിഷവും തൻ്റെ അന്തിമ നിമിഷമായി മനസ്സിലാക്കൂ.
അപ്രതീക്ഷിതമായാണ് നടക്കേണ്ടത്. ഡേറ്റ് പറഞ്ഞു തരികയില്ല. വിശ്വത്തിൻ്റെയും ഇല്ല, താങ്കളുടെ അന്തിമ നിമിഷത്തിൻ്റെതുമില്ല. എല്ലാം പെട്ടെന്നുള്ള കളിയാണ്. അതിനാൽ ദർബാർ കൂടൂ. ഹേ രാജാക്കന്മാരെ, സ്വരാജ്യ അധികാരികളായ രാജാക്കന്മാരെ, തൻ്റെ ദർബാർ കൂടൂ. ഓർഡർ അനുസരിച്ച് നടത്തിക്കൂ. കാരണം ഭാവിയുടെ മഹിമയാണ്. ലോ ആൻഡ് ഓർഡർ ഉണ്ടായിരിക്കും. സ്വതവേ തന്നെ നടക്കും. ലവും ലോയും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കും. നാച്ചുറൽ ആയിരിക്കും. രാജാവ് ഏത് ലോയാണ് എന്ന് ലോ പാസ്സാക്കുകയില്ല. ഇക്കാലത്ത് ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ. ഇക്കാലത്താണെങ്കിൽ പോലീസുകാരും ലോ എടുക്കുന്നു. എന്നാൽ അവിടെ നാച്ചുറലായി ലവിൻ്റെയും ലോയിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ സെറ്റായിരിക്കൂ. എങ്കിൽ ഈ കർമ്മേന്ദ്രിയങ്ങളും ശക്തികളും ഗുണങ്ങളുമെല്ലാം താങ്കളുടെ മുന്നിൽ ജി ഹാജരാണ്. ശരി പ്രഭു എന്ന് പറയും. ചതിക്കുകയില്ല. ഹാജരാണ്. അതിനാൽ ഇപ്പോൾ എന്തു ചെയ്യും? അടുത്ത സ്മൃതി ദിവസത്തിൽ ഏതൊരു ചടങ്ങ് ആഘോഷിക്കും? ഈ ഓരോ സോണും ചടങ്ങ് ആഘോഷിക്കുന്നുണ്ടല്ലോ. സമ്മാൻ സമാരോഹം വളരെയധികം ആഘോഷിച്ചു. ഇപ്പോൾ സദാ ഓരോ സങ്കല്പത്തിൻ്റെയും സമയത്തിൻ്റെയും സഫലതയുടെ സെറിമണി ആഘോഷിക്കൂ. ഈ ചടങ്ങ് ആഘോഷിക്കൂ. വേസ്റ്റ് ഇല്ലാതാകണം. കാരണം താങ്കൾ സഫലതാമൂർത്തി ആകുന്നതിലൂടെ ആത്മാക്കൾക്ക് തൃപ്തിയുടെ സഫലത പ്രാപ്തമാകും. നിരാശയിൽ നിന്നും 4 ഭാഗത്തും ശുഭ ആശകളുടെ ദീപം തെളിയും. ഏതെങ്കിലും സഫലത ഉണ്ടാവുകയാണെങ്കിൽ ദീപം തെളിയിക്കുന്നുവല്ലോ. ഇപ്പോൾ വിശ്വത്തിൽ ആശകളുടെ ദീപം തെളിയിക്കൂ. ഓരോ ആത്മാവിൻ്റെയും ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ നിരാശ തീർച്ചയായും ഉണ്ട്. നിരാശകൾ കാരണം അസ്വസ്ഥമാണ്, ടെൻഷനിലാണ്. അപ്പോൾ ഹേ അവിനാശി ദീപങ്ങളെ, ഇപ്പോൾ ആശകളുടെ ദീപങ്ങളുടെ ദീപാവലി ആഘോഷിക്കൂ. സ്വയം തൻ്റെ മേലും പിന്നെ സർവരുടെ മേലും. കേട്ടുവോ? പിന്നെ ബാബ്ദാദ കുട്ടികളുടെ സ്നേഹം കണ്ട് സന്തുഷ്ടമാണ്. സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ നല്ല പെർസെൻറ്റേജ് ഉണ്ട്. താങ്കൾ ഇത്രയും പ്രയത്നിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് എത്തിച്ചേരുന്നത്? താങ്കളെ ആരാണ് കൊണ്ടുവന്നത്? ട്രെയിൻ കൊണ്ടുവന്നോ? പ്ലെയിൻ കൊണ്ടുവന്നോ? അതോ സ്നേഹമാണോ കൊണ്ടുവന്നത്? സ്നേഹത്തിൻ്റെ പ്ലെയിനിലൂടെ എത്തിച്ചേരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പാസ്സാണ്. ഇപ്പോൾ ഓൾമൈറ്റി അതോറിറ്റിയിൽ മാസ്റ്ററാണ്. ഇതിൽ പാസ്സാകണം. അപ്പോൾ ഈ പ്രകൃതിയും ഈ മായയും ഈ സംസ്കാരവും എല്ലാം താങ്കളുടെ ദാസിയായി മാറും. യജമാനൻ്റെ ഓർഡർ എന്താണ് എന്ന് ഓരോ നിമിഷവും കാത്തിരിക്കും. ബ്രഹ്മബാബയും അധികാരിയായി ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷ്മ പുരുഷാർത്ഥം ചെയ്തു. അത് താങ്കൾക്ക് മനസ്സിലായി. സമ്പന്നം എങ്ങനെയാണായത്? പറക്കുന്ന പക്ഷിയായി. കൂട് തുറന്നു. സാകാര ലോകത്തിലെ കണക്കുകളുടെ സാകാര ശരീരത്തിൻ്റെ കൂട് തുറന്നു. പക്ഷി പറന്നുപോയി. ഇപ്പോൾ ബ്രഹ്മബാബയും വളരെ സ്നേഹത്തോടെ കുട്ടികളോട് വേഗം വരൂ, വേഗം വരൂ, ഇപ്പോൾ വരൂ, ഇപ്പോൾ വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിറകുകൾ ലഭിച്ചുവല്ലോ. എല്ലാവരും ഒരു സെക്കൻഡിൽ തൻ്റെ ഹൃദയത്തിൽ ഈ ഡ്രിൽ ചെയ്യൂ. ഇപ്പോൾ തന്നെ ചെയ്യൂ. എല്ലാ സങ്കല്പവും സമാപ്തമാക്കൂ. ഈ ഡ്രിൽ ചെയ്യൂ. ഓ ബാബ, മധുരമായ ബാബ, പ്രിയപ്പെട്ട ബാബ, നമ്മൾ അങ്ങേക്ക് സമാനം അവ്യക്ത രൂപധാരിയാകാൻ പോകുന്നു. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, 4 ഭാഗത്തുമുള്ള സ്നേഹിയും സമർത്ഥവുമായ കുട്ടികൾക്ക്, 4 ഭാഗത്തുമുള്ള സ്വരാജ്യ അധികാരിയും വിശ്വരാജ്യ അധികാരിയുമായ കുട്ടികൾക്ക്, 4 ഭാഗത്തുമുള്ള മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റിയുടെ സീറ്റിൽ
സെറ്റായിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ അധികാരിയായി പ്രകൃതിയെയും സംസ്കാരത്തെയും ശക്തികളെയും ഗുണങ്ങളെയും ഓർഡർ ചെയ്യുന്ന വിശ്വരാജ്യ അധികാരി കുട്ടികൾക്ക് ഭാവിക്ക് സമാനം സമ്പൂർണതയെയും സമ്പന്നതയെയും സമീപം കൊണ്ടുവരുന്ന ദേശവിദേശങ്ങളിലെ ഓരോ സ്ഥാനത്തെയും ഓരോ കോണിലെയും കുട്ടികൾക്ക് സമർത്ഥ ദിവസത്തിൻ്റെ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ഇപ്പോൾ ബാബ്ദാദയ്ക്ക് വിശേഷിച്ച് ഏതൊരു ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു? ജനക് പുത്രേ, ഞാൻ തീർച്ചയായും സഭയിൽ ഹാജരാകും എന്ന സന്ദേശം അയച്ചിരുന്നു. ലണ്ടനിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ആഫ്രിക്കയിലായാലും ഏഷ്യയിലായാലും ഭാരതത്തിലെ സർവ്വദേശത്തെയും ഓരോ ദേശത്തെയും കുട്ടികൾക്ക് ഓരോരുത്തർക്കും നാമവും വിശേഷതയും സഹിതം സ്നേഹസ്മരണകൾ. താങ്കൾക്ക് നേരിട്ട് സ്നേഹസ്മരണകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശരി, ഇന്ന് മധുബനിലുള്ളവരെയും ഓർമ്മിച്ചു. ഇവർ മുന്നിൽ ഇരിക്കുകയാണല്ലോ. മധുബനിലുള്ളവർ കൈ ഉയർത്തു. എല്ലാവരും മധുബൻ്റെ ഭുജങ്ങളാണ്. മധുബനിലുള്ളവർക്ക് വിശേഷിച്ച് ത്യാഗത്തിൻ്റെ ഭാഗ്യം സൂക്ഷ്മമായി പ്രാപ്തമാകുന്നു. കാരണം ഇരിക്കുന്നത് പാണ്ഡവ ഭവനിലും മധുബനിലും ശാന്തിവനത്തിലുമാണ്. എന്നാൽ കൂടിക്കാഴ്ച നടത്തുന്നവർക്ക് ചാൻസ് ലഭിക്കുന്നു. മധുബൻ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ സദാ മധുബനിലുള്ളവർ ഓർമ്മയുണ്ട്. ഇപ്പോൾ മധുബനിൽ നിന്നും വേസ്റ്റിൻ്റെ പേരും അടയാളവും സമാപ്തമാകണം. സേവനത്തിലും സ്ഥിതിയിലും എല്ലാത്തിലും മഹാൻ. ശരിയാണല്ലോ. മധുബനിലുള്ളവരെ മറക്കുന്നില്ല. എന്നാൽ മധുബന് ത്യാഗത്തിൻ്റെ ചാൻസ് നൽകുന്നു. ശരി. വരദാനം. മസ്തകത്തിലൂടെ സന്തുഷ്ടതയുടെ തിളക്കത്തിൻ്റെ പ്രകാശം കാണിക്കുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കട്ടെ. ആരാണോ സദാ സന്തുഷ്ടമായിരിക്കുന്നത് അവരുടെ മസ്തകത്തിൽ നിന്നും സന്തുഷ്ടതയുടെ പ്രകാശം സദാ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ അഥവാ ഏതെങ്കിലും വിഷമിക്കുന്ന ആത്മാവ് കാണുകയാണെങ്കിൽ അവരും സന്തോഷിക്കുന്നു. അവരുടെ വിഷമങ്ങൾ ഇല്ലാതാകുന്നു. ആരുടെ അടുക്കൽ സന്തുഷ്ടതയുടെ സന്തോഷത്തിൻ്റെ ഖജനാവുണ്ടോ അവരുടെ പിന്നാലെ സ്വതവേ തന്നെ സർവരും ആകർഷിതരാകുന്നു. അവരുടെ സന്തോഷത്തിൻ്റെ മുഖം ചൈതന്യ ബോർഡായി മാറുന്നു. അത് അനേകം ആത്മാക്കൾക്ക് അങ്ങനെ ആക്കി മാറ്റുന്നതിൻ്റെ പരിചയം നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്തുഷ്ടമായി ഇരിക്കുകയും സർവരെയും സന്തുഷ്ടമാക്കുകയും ചെയ്യുന്ന സന്തുഷ്ടമണികൾ ആകൂ. അതിലൂടെ അനേകം പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകട്ടെ. സ്ലോഗൻ. മുറിവേൽപ്പിക്കുന്നവരുടെ ജോലിയാണ് മുറിവേൽപ്പിക്കുക എന്നത്. താങ്കളുടെ ജോലിയാണ് സ്വയം തന്നെ സംരക്ഷിക്കുക എന്നത്. അവ്യക്ത സൂചന. ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏതുപോലെ തേങ്ങ ഉടച്ച് ഉദ്ഘാടനം ചെയ്യുന്നുവോ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നുവോ ഇതേപോലെ ഏകമതത്തിൻ്റെയും ഏകബലത്തിൻ്റെയും ഏകവിശ്വാസത്തിൻ്റെയും ഏകതയുടെയും റിബൺ മുറിക്കൂ. പിന്നെ സർവരുടെയും സന്തുഷ്ടതയുടെയും പ്രസന്നതയുടെയും തേങ്ങ ഉടയ്ക്കൂ. ഈ ജലം ഭൂമിയിൽ ഒഴിക്കൂ. പിന്നെ എത്ര സഫലത ഉണ്ടാകുന്നു എന്ന് നോക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി
നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക് എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദകിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.